ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റർ ജേണി ലവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഏറെ സങ്കടജനകമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞെന്നാണ് ന്യൂസിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് തകർന്നു വീണ് അതിനടിയിൽപ്പെട്ട് മരിച്ചുപോയ ബിന്ദു എന്നൊരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ തോരാ കണ്ണീരിനെ നമുക്ക് ആർക്കും അതൊപ്പിയെടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം ആ ഭർത്താവിൻ്റെ പറച്ചിലാണെങ്കിലും മകനാണെങ്കിലും ആദ്യ ശമ്പളം കിട്ടി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഓടി വന്നതാണ്. ആ മകൻ്റെ അവസ്ഥ അലറിക്കരച്ചിലും അതുപോലെ തന്നെ മകളുടെ ഓപ്പറേഷന് വേണ്ടി ന്യൂറോ സർജൻ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നത്. അപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നുണ്ട്, അതിനടിയിൽ തന്നെയുണ്ട് ആൾ മിസ്സിംഗ് ആണ്, കാണാനില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മന്ത്രി വീണ ജോർജിൻ്റെ ഗുരുതര വീഴ്ചയെന്ന് തന്നെ പറയാം. പുള്ളിക്കാരിക്ക് പെട്ടെന്നൊരു ദേഹാസ്വസ്ഥമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമുള്ള നാടകങ്ങളൊക്കെ നമുക്കിനി കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ, ഉടനെ ഉണ്ടാകും നാടക പ്രചരണങ്ങളൊക്കെ. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ മന്ത്രി വീണ ജോർജിൻ്റെ ഗുരുതര വീഴ്ച തന്നെയാണെന്ന് പറയാം. പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം താമസിപ്പിച്ചതും അതിനുള്ള ഈ പഴയ ബിൽഡിങ്ങിൽ ആളില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞതും പുള്ളിക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാതെ വന്നതും അത്രയും നേരം ജീവൻ പിണഞ്ഞ് അവിടെ കടന്നതും ആ ന്യൂസ് എല്ലാവരും കണ്ടതാണ്. ഒരു ഗുരുതര വീഴ്ചയെന്ന് തന്നെ പറയാം. കാരണം നമുക്കിനി ആ ജീവൻ ഒരാളുടെ ജീവനാണ്, ഒരാളെ മരിച്ചല്ലോ എന്ന് പറയുന്നു, ഒരാളുടെ ജീവനാണ്, ആ ജീവൻ തിരിഞ്ഞു കൊടുക്കാൻ നമുക്കിനി പറ്റില്ല. തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ആളാണ് ബിന്ദു. അതുപോലെ തന്നെ ബിന്ദുവാണ് ആ കുടുംബത്തിൻ്റെ താങ്ങും തണലും എന്ന് പറയാം. സിമെൻറ്റിൽ അലർജി ആയതുകൊണ്ട് ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റില്ല, കൂലിപ്പണിക്കാരനായിരുന്നു, ജോലിക്ക് പോകാൻ പറ്റില്ല. ബിന്ദുവാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. വീട് പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. മകൻ ജോലിക്ക് കയറിയിട്ട് 1 മാസം മാത്രമായിട്ടുള്ളൂ. ഇനി മകളുടെ ഓപ്പറേഷനും കാര്യങ്ങളുമൊക്കെ കിടക്കുന്ന ആര് നോക്കും? സ്വന്തം അമ്മ കൂടെ നിന്ന് നോക്കുന്ന പോലെ ആ മകളെ ഇനി ആര് നോക്കും? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പെട്ടെന്നൊരു ദേഹാസ്വസ്ഥവും ആശുപത്രി വാസവുമായി കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും വരില്ല. കള്ളങ്ങളൊക്കെ കണ്ടുപിടിച്ച് വയ്ക്കാൻ ഏറ്റവും സമയം കിട്ടുകയും ചെയ്യും, ഒരു വിധത്തിൽ പറഞ്ഞാലല്ലേ. എന്തായാലും ഇതൊരു ഗുരുതര വീഴ്ച തന്നെയാണെന്ന് പറയാം. ഇത്രയും പൊളിഞ്ഞ കെട്ടിടം എന്തിനവിടെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ ശുചിമുറികൾ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട് അടച്ചുപൂട്ടിയതാന്ന് പറഞ്ഞതിൽ എങ്ങനെ ആൾക്കാർ കയറി യൂസ് ചെയ്യുന്നു? നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങളാണ് ഈ വിളിച്ച് പറയുന്നത്? ആളില്ല എന്ന് ഉറപ്പ് പറഞ്ഞു ഒരു ജീവൻ അവിടെ പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും സമയത്തിനുള്ളിൽ. ഏറ്റവും ഗുരുതര വീഴ്ച എന്ന് തന്നെ നമുക്കിതിനെ പറയാം. ആ തോര കണ്ണീർ, ആ മകൻ്റെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ മകളുടെ ആണെങ്കിലും അവരുടെ ആരുടെയും കണ്ണീർ, ആ അമ്മയുടെ കണ്ണീർ, ഇതൊന്നും നമുക്കിനി മായ്ച്ചു കൊടുക്കാൻ പറ്റില്ല. മന്ത്രി ധനസഹായം 5 ലക്ഷം 50,000 രൂപ ചടങ്ങിന് വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ വന്ന് ചാണ്ടി ഉമ്മൻ 5 ലക്ഷം രൂപ ധനസഹായം. എന്തൊക്കെ ധനങ്ങളും സഹായങ്ങളും ഒക്കെ ലഭിച്ചെങ്കിലും ആ അമ്മയ്ക്ക്, ആ അമ്മയുടെ സ്നേഹം ഇനി ആ മക്കൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ഓർക്കണം. ഒരു ജീവനാണ് പോയത്. അതെല്ലാവർക്കും ഒരു ജീവൻ എന്ന് പറയുന്നത് വിലപ്പെട്ടത് തന്നെയാണെന്ന് മറക്കാതിരിക്കുക. Mama, better to call ഞാൻ എന്ത് ചെയ്യും മക്കളെ? എന്റെ വീട്ടിലെ കാരന്മാരെ വീട് തിരിച്ചു നടക്കും.